HP Tek എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. LED ബൾബ്. നമ്മുടെ വീടുകളിൽ കേടുവന്ന LED ബൾബ് ഉണ്ടാകുമല്ലോ, അത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ഡ്രൈവർ ബോർഡും അതുപോലെ തന്നെ LED പാനൽ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ PCB LED ബൾബിൻ്റെ ഇത് ഓൺലൈനിൽ വന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇതൊരു ചെറിയൊരു മോഡലാണ് PCB. അപ്പോൾ നമുക്ക് LED ബൾബ് പോയാൽ ബോർഡ് ചേഞ്ച് ചെയ്യാൻ അതുപോലെ തന്നെ LED നമ്മൾ ഓൺലൈനിലുണ്ട് വാങ്ങാൻ. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു IC ഉണ്ട്. ഇതാണ് AC to DC കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വോൾട്ടേജിലേക്ക് PCB LED പാനലിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ നമ്മളിതിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ ഓവർ വോൾട്ടേജ് വന്നാൽ കംപ്ലീറ്റ് അടിച്ചു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ MOV ഫിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കും, അതുപോലെ തന്നെ പാരലലായിട്ട് MOV കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ MOV എടുത്തു വെച്ചു. 07D511K ആണ് ഇതിൻ്റെ വാല്യൂ MOVൻ്റെ. അപ്പോൾ ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് ആണ് ഈ ഇപ്പുറം കാണുന്നത്. അതിൻ്റെ വാല്യൂ പറയുന്നത് ഓംസിലാക്കി വരിക, 68 അങ്ങനെ പല ഓംസ് ഉണ്ട്. ഫ്യൂസിബിൾ റെസിസ്റ്റർ നിങ്ങൾക്ക് ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്, അതാണ് എടുക്കുന്നതെന്ന്. അപ്പോൾ അത് നമ്മൾ സീരീസ് കണക്ഷനിലാണ് ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് കൊടുക്കുക, അതുപോലെ തന്നെ പാരലലായിരിക്കും MOV കൊടുക്കുക. ഞാൻ എൻ്റെ സോൾഡർ ചെയ്തിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ സർക്യൂട്ടിൽ നമ്മൾ PCB നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു, അതുപോലെ തന്നെ MOV കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 230 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുന്നത്. 230 വോൾട്ട് AC ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കുക. ഈ സൈഡാണ് നമ്മൾ LED പാനലിലേക്കുള്ള DC സപ്ലൈ പോകുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ വെള്ള നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓവർ വോൾട്ടേജ് വരുമ്പോൾ LED അല്ലെങ്കിൽ ബോർഡ് അടിച്ചു കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ MOV ഇത് ചെയ്തത്. അപ്പോൾ ഓവർ വോൾട്ടേജ് വരുമ്പോൾ ഈ MOV ഷോർട്ട് ആവുകയും അപ്പോൾ ഈ ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് നമ്മൾ വെച്ച ഫ്യൂസിബിൾ റെസിസ്റ്റൻസ് ബേൺ ആയി പോവുകയും ചെയ്യുക. അതാണ് ഈ പ്രൊട്ടക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ MOV ഇതിന് ന്യൂട്രൽ ഫേസിനും പാരലലായിട്ടും അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടാക്കിയും ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പല മോഡൽ ഈ ഡ്രൈവർ ബോർഡ് വരുന്നുണ്ട് നമ്മുടെ LED ബൾബിൻ്റെ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇതിൻ്റെ ICൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ JH5352B ആണ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഇതിൻ്റെ അകത്തില്ല, അപ്പോൾ നമ്മളത് പുറത്ത് നിന്ന് കൊടുത്തതാണ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതില്ലാതെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വേറൊരു ബോർഡുണ്ട്. ഇത് നമുക്ക് നേരിട്ട് 230 വോൾട്ട് ഇതിൽ കൊടുക്കാം, LN എന്നുള്ള പോയിന്റിൽ. ഇതിൽ വഴിയിൽ നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേക്കണം, എന്നിട്ട് അത് അവിടെ ഫിക്സ് ചെയ്യാവും. അതുപോലെ തന്നെ ഈ ടൈപ്പ് ഇതിലും നമ്മൾ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് തേക്കണം, എന്നിട്ടേ സ്ക്രൂ ചെയ്യാവൂ ഹീറ്റ് സിങ്ക്. അപ്പോൾ ഈ കിറ്റിൽ തന്നെ നമുക്ക് അതിന് പറ്റിയ LED പാനലും കിട്ടും. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.